സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഗലീലിയോയെ കത്തോലിക്ക സഭ വധിച്ചതാണോ? ഭൂമി ഉരുണ്ടതാണെന്നും സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുവെന്നും ശാസ്ത്ര സത്യം പറഞ്ഞതിനെ തിരുസഭാധികാരികൾ അദ്ദേഹത്തെ വിഷം കൊടുത്തു കൊന്നോ? ഇല്ല. ഈ പ്രചാരണം ഒരു മഹാകള്ളം. ഗലീലിയോ മരിച്ച കാലത്തൊന്നും ഇങ്ങനെയൊരു നുണ പ്രചാരത്തിലില്ലായിരുന്നു. പക്ഷേ പിന്നീട് കത്തോലിക്ക വിരുദ്ധർ പടച്ചുവിട്ട നുണചരിതം ചരിത്രം പോലെ ഇന്നും ചിലർ വിശ്വസിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. കേരളത്തിൽ തന്നെ ചിലർ ആ പെരും നുണ ആവർത്തിക്കുന്നു, തിരുസഭയെയും വിശുദ്ധ ബൈബിളിനെയും ആക്ഷേപിക്കാൻ. നിർഭാഗ്യമെന്ന് പറയട്ടെ, കത്തോലിക്ക വിശ്വാസികളായ ചില ചെറുപ്പക്കാർ വരെയും ഈ നുണ മാത്രം കേട്ട് പ്രതിരോധമറ്റ മട്ടിൽ നിലകൊള്ളുന്നത് കാണാറുണ്ട്. കാരണം ചരിത്രം അവർ അറിയുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ലെന്നും സൂര്യനാണ് ഗോളവ്യൂഹത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തെന്നും ഗലീലിയോ കണ്ടെത്തി പറഞ്ഞു. തനിക്ക് മുമ്പേ ഇത് പറഞ്ഞ പോളണ്ടുകാരനായ കത്തോലിക്ക ശാസ്ത്രജ്ഞൻ കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്ത പുസ്തകത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. അന്നു സഭ കോപ്പർനിക്കസിൻ്റെ പുസ്തകം വിലക്കിയിരിക്കുകയായിരുന്നു. അക്കാരണത്താൽ ഗലീലിയോയുടെ നടപടി വിശ്വാസവിരുദ്ധവും ബൈബിൾ വിരുദ്ധവും ഊർബൻ എട്ടാമൻ മാർപ്പാപ്പയുടെ തീർപ്പിനെ ലംഘിക്കുന്നതുമാണെന്ന് സഭാവിചാരകർ കരുതി. അവർ ഗലീലിയോയ്ക്ക് വീട്ടുതടങ്കൽ വിധിച്ചു. ഏകാന്തതയിൽ ജീവിക്കുമ്പോഴാണ് ഗലീലിയോ രോഗം ബാധിച്ചു മരിച്ചത്. ഇത് ചരിത്ര സത്യം. ഈ സത്യം കൊണ്ട് തൃപ്തിപ്പെടാത്തവരുണ്ട്. ആധുനിക നൂറ്റാണ്ടുകളിലെ സഭാവിമർശകരായ അവർ കത്തോലിക്ക സഭയുടെ മേൽ ചെയ്യാത്ത ഗലീലിയോ വധത്തിൻ്റെയും ശാസ്ത്രഹിംസയുടെയും മറ്റും കുറ്റങ്ങൾ വച്ചുകെട്ടി. എന്നാൽ അന്ന് സംഭവിച്ചതിൻ്റെ പുനർവായന പിന്നീട് വേറെ പലരും നടത്തി, ഇപ്പോഴും നടത്തുന്നു. അവർ കത്തോലിക്ക വിശ്വാസികളല്ല, സഭയെ മമതയോടെ പിന്തുണയ്ക്കുന്നവരുമല്ല, സത്യാന്വേഷികളായ വൈജ്ഞാനികരുടെ ഗണത്തിലുള്ളവരാണ്. അവരിൽ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക, സ്റ്റാൻഫോർഡ് എൻസൈക്ലോപീഡിയ ഓഫ് ഫിലോസഫി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഗവേഷകരുണ്ട്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ ഓൺലൈൻ താളുകളിലേക്ക് ഒന്ന് നോക്കിയാൽ ഗലീലിയോയെ കത്തോലിക്ക സഭാധികാരികൾ വധിച്ചിട്ടില്ലെന്ന സത്യം പിടികിട്ടും. ഗലീലിയോയുടെ മകൾ മരിയ സെലസ്റ്റി കന്യാസ്ത്രീയായിരുന്നു. തിരുസഭ അദ്ദേഹത്തെ ശാരീരികമായി പീഡിപ്പിക്കുകയോ മോശപ്പെട്ട വാസസ്ഥാനത്ത് ആക്കുകയോ ചെയ്തിട്ടില്ല. ഇക്കാര്യങ്ങളെല്ലാം എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക വ്യക്തമായി പറഞ്ഞു തരും. അതേസമയം തന്നെ ഗലീലിയോയുടെ കാര്യത്തിലെ സഭാധികാരികളുടെ വിധിയെഴുത്ത് ഇന്നത്തെ നിലയ്ക്ക് തെറ്റാണെങ്കിലും അന്നത്തെ ഉത്തമ ബോധ്യങ്ങൾ പ്രകാരമുള്ളതായിരുന്നു എന്ന് സ്റ്റാൻഫോർഡ് എൻസൈക്ലോപീഡിയ ഓഫ് ഫിലോസഫിയുടെ താളുകളിൽ കാണാം. ഈ സ്ഥാപനം കത്തോലിക്ക സഭയുടേതല്ല. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കത്തോലിക്ക വിശ്വാസം പിന്തുടരുന്നവരുടേതുമല്ല. ഒരു സ്വതന്ത്ര സിനഗോഗുകാരൻ അഥവാ ഫ്രീ മേസൺ തുടങ്ങി വെച്ച സംരംഭത്തിൻ്റെ തുടർച്ചയാണെന്നറിയുക. ആകാശമണ്ഡലത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നും സൂര്യൻ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുകയാണെന്നും 5 നൂറ്റാണ്ട് മുമ്പ് വരെ ശാസ്ത്രം വിശ്വസിച്ചു. ഈജിപ്ഷ്യൻ ശാസ്ത്രജ്ഞനായിരുന്ന ടോളമിയാണ് അങ്ങനെ ലോകത്തെ പഠിപ്പിച്ചത്. എന്നാൽ യഥാർത്ഥത്തിൽ ബൈബിൾ അങ്ങനെ ഖണ്ഡിതമായി പഠിപ്പിച്ചിരുന്നില്ല. എങ്കിലും സഭയും എല്ലാവരും അത് വിശ്വസിച്ചു. ഇതിൽ നിന്നും വ്യത്യസ്തമായി സൂര്യനാണ് കേന്ദ്രമെന്നും ഭൂമി സൂര്യനെ ചുറ്റുകയാണെന്നും 1543 കോപ്പർനിക്കസ് സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചു. കത്തോലിക്ക സഭ അത് കേട്ടപാടെ തിരസ്കരിച്ചു എന്നാണ് ഇക്കാലം അത്രയും ചിലർ പ്രചാരണം നടത്തിയിരുന്നത്. എന്നാൽ തുടക്കത്തിൽ കത്തോലിക്ക സഭ ആ സിദ്ധാന്തം സ്വീകരിക്കുകയാണ് ചെയ്തത്. കത്തോലിക്ക പൗരോഹിത്യ ബന്ധമുള്ള ദേവാലയ ശുശ്രൂഷകനായിരുന്നു കോപ്പർനിക്കസ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം
ബൈബിളിന് എതിരാണെന്നാരോപിച്ച് അന്നത്തെ പ്രൊട്ടസ്റ്റന്റ് പ്രക്ഷോഭകർ വ്യാപകമായ ബഹളമുണ്ടാക്കി. അപ്പോഴാണ് കത്തോലിക്ക നേതൃത്വവും ആ ചിന്തയിലേക്ക് വീണതും കോപ്പർനിക്കസിൻ്റെ സിദ്ധാന്തത്തെയും ഗ്രന്ഥത്തെയും വിലക്കിയതും. അന്യായമായ വിവാഹമോചനം അനുവദിക്കാതിരുന്നതിനെ മാർപ്പാപ്പയോട് ശത്രുത പ്രഖ്യാപിച്ച ഹെൻറി എട്ടാമൻ രാജാവിൻ്റെ കാലം മുതൽ ഇംഗ്ലീഷ് ചരിത്രകാരന്മാരിൽ നിരവധി പേർ കത്തോലിക്ക വിരുദ്ധത ഭക്ഷിച്ചും പാനം ചെയ്തും പോന്നവരാണ്. അവരെഴുതിയ ചരിത്ര പുസ്തകങ്ങളിൽ മുമ്പേ പറഞ്ഞ സത്യം കാണാത്തതിൽ അത്ഭുതമില്ല. ഇക്കാര്യത്തിലും ഗലീലിയോയുടെ കാര്യത്തിലും അവർ കുറിച്ച കത്തോലിക്ക വിരുദ്ധതയാണ് പിന്നീട് സഭാവിമർശകർ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചത്. പ്രൊട്ടസ്റ്റന്റുകാർ കോപ്പർനിക്കസിന്റെ കാര്യത്തിൽ പിന്നീട് നിലപാട് മാറ്റി. കത്തോലിക്ക സഭ സിദ്ധാന്ത പുസ്തകത്തിൻ്റെ വിലക്കു നീക്കിയത് 19-ാം നൂറ്റാണ്ടിലാണ്. ഇതിനിടെയാണ് കോപ്പർനിക്കസിന്റെ സിദ്ധാന്തത്തെ പിന്തുണച്ച് ഗലീലിയോ കുഴപ്പത്തിലായത്. ഇത് സംഭവിക്കാനിടയായ സാഹചര്യം സൂചിപ്പിച്ചുവല്ലോ. കോപ്പർനിക്കസ് ഗണിതശാസ്ത്രപരമായിട്ടാണ് ഭൂമിയുടെ ഭ്രമണം സിദ്ധാന്തിച്ചത്. അതിന് അന്ന് ബാഹ്യമായ തെളിവുകളില്ലല്ലോ. ഗലീലിയോ ആകട്ടെ കണ്ടെത്തിയ കാര്യം ലോകത്തെ ബോധ്യപ്പെടുത്താൻ പോന്ന ഉപകരണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നുമില്ല. അതിനാൽ അന്നത്തെ മറ്റു ശാസ്ത്രജ്ഞരടക്കമുള്ള ലോകത്തിന് സൂര്യനല്ല ഭൂമിയാണ് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കരുതാൻ വഴിയില്ലായിരുന്നു. കൂടാതെ സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഭ്രമണം ചെയ്യുന്നു എന്നിങ്ങനെ സാധാരണ ലോകം പറഞ്ഞിരുന്ന ഭാഷ തന്നെയാണ് ബൈബിളിലെ പരാമർശങ്ങളിലുമുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ സഭാ നേതൃത്വവും കണക്കിലെടുത്തു. ഇക്കാരണങ്ങളാൽ ഗലീലിയോ കൊണ്ടുവന്ന സിദ്ധാന്തം വിശ്വസിക്കാനോ അംഗീകരിക്കാനോ സഭാ നേതൃത്വം തയ്യാറായില്ല. പൊതുസമൂഹവും മിക്കവാറും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നല്ലോ. അതിനാൽ ഗലീലിയോയ്ക്കെതിരെ നടപടിയെടുത്തപ്പോൾ സഭാ നേതൃത്വം യഥാർത്ഥത്തിൽ ഉദ്ദേശശുദ്ധിക്കോ തങ്ങളുടെ ഉത്തമ ബോധ്യത്തിനോ വിരുദ്ധമായി പ്രവർത്തിക്കുകയായിരുന്നില്ല എന്നാണ് കത്തോലിക്കരല്ലാത്ത പഠിതാക്കൾ പറയുന്നത്. ഇന്ന് ഗലീലിയോ വധം നുണക്കഥ ആടുന്നവർ ഗലീലിയോയുടെ കാലത്താണ് ജീവിച്ചതെങ്കിൽ അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നോ, കൂക്കി വിളിക്കുമായിരുന്നോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുന്നത് കൗതുകകരമായിരിക്കും. അവിശ്വസനീയമായ കാര്യം പറഞ്ഞ ആ കത്തോലിക്ക ശാസ്ത്രജ്ഞനെ അവർ എന്ത് ചെയ്യുമായിരുന്നോ ആവോ. കത്തോലിക്ക സഭ ഗലീലിയോയെ വധിച്ചില്ല, കായികമായി പീഡിപ്പിച്ചില്ല എന്നിങ്ങനെയുള്ള വലിയ സത്യങ്ങൾ അവശേഷിക്കുകയാണ്. ആ സത്യങ്ങൾ യാത്രയ്ക്കായി ചെരിപ്പിടുന്നതിന് മുൻപേ ഗലീലിയോ വധമെന്ന നുണക്കഥ പലവട്ടം ലോകം ചുറ്റി സഞ്ചരിച്ചു കഴിഞ്ഞു എന്നു മാത്രം. ഇപ്പോഴും അത് കറക്കത്തിലാണ്. ഗലീലിയോ ഇവിടുത്തെ ഏതോ യുക്തിവാദ സംഘടനയുടെ ഭാരവാഹിയായിരുന്നെന്ന് തോന്നിക്കുമാറാണ് കഥ ചുമക്കുന്നവരുടെ ആവേശം. തിരുസഭയ്ക്കും ബൈബിളിനും എതിരെയുള്ള പോരിൻ്റെ ഭാഗമാണ് ചിലർക്കത്. പഞ്ചാബിലെ തെരഞ്ഞെടുപ്പ് ഫലം ആർക്കുള്ള പാഠമാണ്? തോറ്റ BJPക്കോ ജയിച്ച കോൺഗ്രസിനോ? BJP സർക്കാരിനുള്ള പാഠമെന്ന് പറയാൻ എളുപ്പമാണ്. കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ അത് സമ്മതിച്ചു തരില്ലെങ്കിലും ഇപ്പോഴത്തെ കർഷക സമരവുമായി BJPയുടെ പരാജയത്തിന് ഒരു ബന്ധവുമില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അതല്ലല്ലോ കോൺഗ്രസിൻ്റെ പക്ഷം. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കുള്ള തിരിച്ചടി എന്നതായിരിക്കും കോൺഗ്രസിൻ്റെ ഏറ്റവും മൃദുവായ മറുപടി. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ആ ജനരോഷം, ആ കർഷക രോഷം BJPക്കുള്ള പാഠത്തേക്കാൾ തങ്ങൾക്കുള്ള പാഠമല്ലേ? കോൺഗ്രസിനെ തൂത്തെറിഞ്ഞും BJPയെയും നരേന്ദ്രമോദിയെയും ഉറച്ച ഭൂരിപക്ഷത്തിൽ അധികാരമേറ്റാൻ ജനങ്ങൾ എന്തുകൊണ്ട് 2 വട്ടം തുനിഞ്ഞു എന്നതിൻ്റെ ഉത്തരമല്ലേ? എങ്ങനെ കോൺഗ്രസ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക്
നിബദിച്ചു എന്ന് ചോദിച്ചാൽ ആ പാർട്ടിയുടെ നേതാക്കൾ യാഥാർത്ഥ്യബോധത്തോടെ ഉത്തരം പറയുമോ? വല്ലപ്പോഴും കിട്ടുന്ന വിജയങ്ങളാൽ മാത്രം ആശ്വസിക്കേണ്ട നിലയിലേക്ക് പാർട്ടി എങ്ങനെ ദുർബലപ്പെട്ടു എന്ന് ചോദിച്ചാൽ വാസ്തവം പറയുമോ? കക്ഷി രാഷ്ട്രീയ കാരണങ്ങൾ വിടുക. അവയൊഴിച്ചാൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഒന്നേയുള്ളൂ: കർഷകരെ തുടരെ അവഗണിച്ചതിൻ്റെ ഫലം. NDA സർക്കാരിനെതിരെ കോൺഗ്രസ് ഇപ്പോൾ മൂർച്ചയോടെ ആരോപിക്കുന്ന കർഷക വിരുദ്ധത എന്ന അതേ കുറ്റം കോൺഗ്രസ് കർഷക വിരുദ്ധ കക്ഷിയാണെന്നോ ആയിരുന്നെന്നോ ആരും പറയില്ല. പക്ഷേ പോയ വർഷങ്ങളിലെ കർഷകരുടെ അനുഭവം വേറൊരു വിശേഷണവും കോൺഗ്രസ്സിന് നൽകുന്നില്ല. എത്രയോ കാലമായി കർഷകർ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പരുത്തി കർഷകർ, കരിമ്പ് കർഷകർ, റബ്ബർ കർഷകർ, സവാള കർഷകർ, നാളികേര കർഷകർ, അങ്ങനെ എല്ലാ കൂട്ടരും തന്നെ അനുഭവത്തിൽ വഞ്ചിക്കപ്പെട്ടു. വ്യവസായികളാൽ, ലോബികളാൽ, വ്യാപാര വാണിജ്യ ശക്തികളാൽ. ഇപ്പോഴത്തെ അവസ്ഥ പോലെ അന്നും കോൺഗ്രസ് സർക്കാരും മന്ത്രിമാരും ശക്തിയുള്ള സംഘങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. റബ്ബർ കർഷകരെ വഞ്ചിച്ച ചിദംബരത്തെ പോലെ ഒരാളുടെ മാത്രം സ്മരണ മതിയല്ലോ കേരളത്തിലുള്ളവർക്ക് ഏതു കാലത്തും അസ്വസ്ഥരാകാൻ. നാണ്യവിളകളും എണ്ണക്കുരുക്കളും ധാന്യങ്ങളുമടക്കം എല്ലാ വിളകൾക്കും വിലയിടിഞ്ഞ് കർഷകർ ദുരിതത്തിലായപ്പോൾ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ എന്നോ വരാനിരിക്കുന്ന സത്ഫലത്തെക്കുറിച്ചായിരുന്നു എല്ലാ നേതാക്കളുടെയും പ്രഭാഷണം. അതുതന്നെ ഇപ്പോഴത്തെ ഭരണാധികാരികളും ചെയ്യുന്നു. വരാനിരിക്കുന്ന ഏതോ നല്ല കാലത്തെക്കുറിച്ചല്ലാതെ ഇപ്പോൾ എന്തു കിട്ടുമെന്ന് കർഷകർക്ക് ഉറപ്പു നൽകാൻ ഒരു സർക്കാരുമില്ല, മന്ത്രിയുമില്ല. അന്നും ഇന്നും കോൺഗ്രസ് കാണിച്ചു കൊടുത്തത് കൂടുതൽ തീക്ഷ്ണതയോടെ ഇപ്പോഴുള്ളവർ തുടരുന്നു. ഇടയ്ക്ക് അവർക്ക് തിരിച്ചടി കിട്ടുന്നെങ്കിൽ അത് ആദ്യം കിട്ടിയത് തങ്ങൾക്കാണെന്ന കാര്യം കോൺഗ്രസ് ഓർമ്മിക്കട്ടെ. അതിനുള്ള ആദ്യ അർഹതയും തങ്ങൾക്ക് തന്നെ എന്ന കാര്യവും തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മിപ്പിക്കാം. പഞ്ചാബിൽ BJPയോട് വോട്ടർമാർ ചെയ്തത് കോൺഗ്രസിനോട് കനത്ത ശക്തിയിൽ നേരത്തെ ചെയ്തു കഴിഞ്ഞതാണ്. ജനങ്ങളത് എന്നേക്കുമായി അവസാനിപ്പിച്ചെന്നൊന്നും കോൺഗ്രസ് കരുതേണ്ട. പഞ്ചാബിലെ പാഠം പഠിച്ച് കോൺഗ്രസ് നിശ്ചയമായും ഒരു കാര്യം ഓർമ്മയിൽ വെക്കേണ്ടിയിരിക്കുന്നു: ഇത് മതിക്കാനുള്ള വിജയവേളയല്ല, പാഠം പഠിക്കാനുള്ള പിരീഡാണ്. രാജ്യത്തെ കർഷക സമൂഹത്തെ പരിഗണിക്കുന്ന പാർട്ടി എന്ന നിലയിലേക്ക് സ്വയം മാറണം. ആ മാറ്റം ജനസാമാന്യത്തെ ബോധ്യപ്പെടുത്തണം. പഞ്ചാബിലെ വോട്ടുകൾ വഴി ജനങ്ങൾ പഠിപ്പിച്ച പാഠം പഠിക്കാതെ നടന്നിട്ട് കാര്യമില്ല. ഓർക്കുക, പുതുച്ചേരിയിലെ വീഴ്ചയല്ല, പഞ്ചാബിലെ ഉയർച്ചയാണ് കോൺഗ്രസിനുള്ള യഥാർത്ഥ പാഠം. ഡിജിറ്റൽ ലോകത്ത് വിഹരിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങൾക്കായി ജാഗ്രതയുടെ ഒരു സന്ദേശം. ഈ ദിവസങ്ങളിൽ ദിശ രവി എന്ന ബാംഗ്ലൂരുകാരിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെറുപ്പക്കാരും അവരോട് ബന്ധമുള്ളവരും അറിയുന്നുണ്ടല്ലോ. ദിശ രവി ഒരു പരിസ്ഥിതി സ്നേഹിയും പ്രവർത്തകയുമാണ്. ഡൽഹിയിലെ കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ നൽകുന്ന സന്ദേശം സോഷ്യൽ മീഡിയയും വെബ്സൈറ്റ് മുഖേന അവർ പങ്കുവച്ചു. പ്രത്യേകിച്ച് സ്വീഡിഷ് യുവതി ഗ്രെറ്റ തുൻബെർഗുമായി അതിൽ ദേശവിരുദ്ധത സംഭവിച്ചു എന്നതിനാണ് അവർക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തതും ജയിലിലാക്കിയതും. അവരെ പോലെ തന്നെ മുംബൈയിലെ യുവ അഭിഭാഷക നികിത ജേക്കബും മഹാരാഷ്ട്രയിലെ ബീഡ് നിവാസി ശാന്തനു മുല്ലൂക്ക് എന്ന മുൻ എഞ്ചിനീയറും കേസിൽപ്പെട്ടിരിക്കുന്നു. ഇവരെയെല്ലാം കുഴപ്പത്തിലാക്കുന്നത് ഖാലിസ്ഥാൻ അനുകൂല നിലപാടും ബന്ധപ്പെടലുകളും അവരിൽ നിന്നുണ്ടായിരുന്നെന്ന പോലീസിൻ്റെ കണ്ടെത്തലാണ്. ഇത്തരം ബന്ധങ്ങളുടെ പേരിൽ അവരെ ദേശദ്രോഹികളായി കാണുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിയമത്തിൻ്റെയും ന്യായാസനങ്ങളുടെയും മുമ്പിലാണിപ്പോൾ. അവയുടെ മെരിറ്റല്ല നമ്മുടെ ജാഗ്രതാ വിഷയം. നമുക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളത് ഇടം വലം നോക്കാതെ
ഡിജിറ്റൽ വേദികളിൽ വ്യാപരിക്കുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ഭരണഘടന അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം മൗലിക അവകാശമായി നൽകിയിട്ടുണ്ടെന്ന അറിവ് അന്ധമായി കൊണ്ടു നടക്കുന്നവരുണ്ട്. ഇത്തരം അറിവുകളൊന്നുമില്ലാതെ പൊതു ഇടങ്ങളിൽ അന്ധമായി വ്യാപരിക്കുന്നവരുണ്ട്. എല്ലാ കൂട്ടരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായുള്ള കരുതലിനേക്കാൾ വലുതല്ല എന്നതാണ്. 2, ഭരണഘടന നൽകുന്ന അവകാശം രാജ്യത്തെ പൗരർക്കും പൗരർക്കിടയിലും മാത്രമുള്ളതും രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിലായി പരിമിതപ്പെടുത്തുന്നതുമാണ്. എന്നുവെച്ചാൽ ഇന്ത്യൻ പൗരർ രാഷ്ട്രത്തിനെതിരെ വിദേശികളോട് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളും ആശയവിനിമയവും മൗലികാവകാശമാകുന്നില്ല. പകരം അത് ദേശദ്രോഹമെന്ന കുറ്റകൃത്യത്തിൻ്റെ ഗണത്തിലാണ് വരിക. നിർഭാഗ്യവശാൽ ദേശദ്രോഹം എന്തെന്നോ സദാചാര ലംഘനം എന്തെന്നോ പോക്സോ നിയമം എന്തെന്നോ ഒന്നും അറിയാത്ത ടീനേജുകാർ സമൂഹ മാധ്യമങ്ങളിലും ഇൻ്റർനെറ്റിലെ മറ്റു വേദികളും വ്യാപരിക്കുന്നുണ്ട്. അവർക്ക് നിയമവും നിയമലംഘനവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. അവയുടെ അതിർവരമ്പുകൾ ഏതെന്നറിയില്ല. സമൂഹ മാധ്യമങ്ങളും ഇൻ്റർനെറ്റ് ഇടവും പൊതു ഇടങ്ങളാണെന്ന ധാരണ ആദ്യം തന്നെ ചെറുപ്പക്കാർക്കുണ്ടാകണം. അവിടെ കാട്ടിക്കൂട്ടുന്നത് പലതും കടുത്ത നിയമലംഘനവും കുറ്റകൃത്യവും ആണെന്നറിയണം. താനും സ്ക്രീനും മാത്രമേയുള്ളൂ എന്ന അബദ്ധ സങ്കല്പത്താൽ ചെയ്യുന്നതെല്ലാം തങ്ങളറിയാതെ അനുനിമിഷം അനുപദം അക്ഷരം പ്രതി നിയമപാലകർ കണ്ടുമറിഞ്ഞും കൊണ്ടാണിരിക്കുന്നതെന്ന് അറിയണം. കാണാനോ ഇടപെടാനോ ആരുമില്ലെന്ന തെറ്റായ സുരക്ഷിത ബോധത്തിൽ ചെയ്തവയുടെ പേരിൽ നിരവധി ചെറുപ്പക്കാർ സൈബർ കേസുകളിൽ പെടുന്നുണ്ടെന്ന കാര്യം ടീനേജുകാർ അറിഞ്ഞിരിക്കണം. അവരോട് ബന്ധപ്പെട്ടവർ അവർക്കത് മനസ്സിലാക്കി കൊടുക്കണം. അനാവശ്യമായ കൗതുകത്താലോ ജിജ്ഞാസയാലോ കാൽ വയ്ക്കുന്നത് ദേശദ്രോഹവും ഭീകരപ്രവർത്തനവും ഒക്കെയായി മാറാവുന്ന പ്രവൃത്തികളിൽ ആയിപ്പോയേക്കാം. ഒടുവിൽ ഒന്നും അറിയാതെ കഴിഞ്ഞുകൂടുമ്പോൾ നിയമത്തിൻ്റെ നീണ്ടകരം പിടുത്തമിടുന്ന അവസ്ഥ സങ്കല്പിച്ചു നോക്കുക. അതുണ്ടാകാതിരിക്കാനുള്ള കരുതൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. തീവ്രവാദം തടയാൻ ഫ്രാൻസ് കൊണ്ടുവന്ന നിയമം നിശ്ചയമായും ലോകത്തിന് മതനിരപേക്ഷ ലോകത്തിന് മാതൃകയാണ്. അന്യമത വിദ്വേഷവും അക്രമവും മതപ്രസംഗത്തിന് വിഷയമാക്കുന്ന മോസ്കുകൾ അടച്ചുപൂട്ടുക. മുസ്ലിം രാജ്യങ്ങൾ ഫ്രാൻസിലെ മോസ്കുകളിലും മതസംഘടനകളിലും ചെലുത്തുന്ന സ്വാധീനം കുറയ്ക്കാൻ ഇൻ്റർനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങളിലെ നിരീക്ഷണം ശക്തമാക്കുക. സർക്കാർ ജീവനക്കാർ മതനിരപേക്ഷരായിരിക്കുക എന്നിങ്ങനെ കുറേ വ്യവസ്ഥകളുണ്ട്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയം മറ്റൊന്നാണ്. 3 വയസ്സ് പൂർത്തിയാക്കുന്ന കുട്ടികൾ സർക്കാർ അംഗീകൃത സ്കൂളുകളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. വീടുകളിൽ വെച്ച് വിദ്യാഭ്യാസം നൽകുന്നത് കർശനമായി നിയന്ത്രിക്കും എന്നതാണത്. ലോകത്ത് എണ്ണത്തിൽ 2ാം സ്ഥാനമുള്ള ഇസ്ലാം മതത്തിൽ ഇന്നറിയപ്പെടുന്ന തോതിൽ തീവ്രവാദികൾ ഉണ്ടായെങ്കിൽ അതിന് മുഖ്യ കാരണം പലയിടത്തും കുട്ടികൾക്ക് സെക്കുലർ വിദ്യാഭ്യാസം നൽകപ്പെട്ടിട്ടില്ല എന്നതാണ്. അതിനു പകരം സകല അറിവുകളും മതത്തിൻ്റെ കുഴലിലൂടെ മാത്രം ഒഴുക്കപ്പെട്ടു എന്നതാണ്. വ്യക്തികളെ രൂപപ്പെടുത്താൻ ചെറുപ്പത്തിലെ പിടികൂടുക എന്ന ചൊല്ലുണ്ട്. മനുഷ്യ സമുദായത്തെ മുഴുവൻ സ്നേഹിക്കുന്ന വ്യക്തികളായി കുട്ടികൾ വളരാനും അവരുടെ കഴിവുകൾ പരമാവധി വികസിതമാകാനും നിർദ്ദേശിക്കപ്പെട്ട സൂത്രവാക്യമാണത്. അതേ സൂത്രവാക്യമാണ് ഇളക്കമില്ലാത്ത മത തീവ്രവാദികളായി കുട്ടികളെ വളർത്തിയെടുക്കാനും പ്രയോഗിക്കുന്നത്. ബഹുമത സമൂഹത്തെ കണ്ടറിഞ്ഞ് ലോകത്തെ അറിഞ്ഞ് വിശാലമായ ഹൃദയത്തിൻ്റെ ഉടമകളായി കുട്ടികൾ വളരുന്നതിനെ തടയാൻ തീവ്രവാദ മനസ്സുകൾക്ക് മാത്രമേ കഴിയൂ. മതവിശ്വാസം കുട്ടികളിൽ വളർത്തിയെടുക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും മാതാപിതാക്കൾക്ക് അവകാശമുണ്ട്. അത് ആവശ്യവുമാണ്. അതിനു പകരം മുഴുവൻ ലോകവും തങ്ങളുടെ മതസങ്കല്പത്താൽ മാത്രം രൂപപ്പെടുത്തണമെന്ന് ശഠിക്കാൻ
തീവ്രവാദത്തിനേ കഴിയൂ. തങ്ങളുടെ മതത്തിൽ പെടാത്തവരെ മുഴുവൻ ശപിക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരും എന്ന് കണക്കാക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നവർ. അങ്ങനെയുള്ള കുറേ പേർ ആഗോള മുസ്ലിം സമൂഹങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിലാണ് ലോകമെങ്ങും ആ സമുദായം ഏറെ സംശയത്തോടെ വീക്ഷിക്കപ്പെട്ടത്. ആ കുറേ പേർ ലോകത്ത് സൃഷ്ടിച്ച കുഴപ്പങ്ങൾ ചെറുതൊന്നുമല്ല. അതിന് മാറ്റം ആഗ്രഹിക്കുന്നവർ അവരുടെ ഇടയിൽ ഏറെയുണ്ട്. അവരുടെ സ്വരം തീവ്രവാദികളുടെ ശബ്ദത്തിന് മുൻപിൽ ഉയരുന്നില്ല. സത്യത്തിൽ അവരാഗ്രഹിക്കുന്നത് ചെയ്യാൻ അവർക്ക് കഴിവില്ല. തങ്ങളുടെ കുട്ടികൾ സാർവത്രിക സാഹോദര്യവും മനുഷ്യ സ്നേഹവുമുള്ള നല്ല വ്യക്തികളായി വളർന്നു കാണാൻ ആഗ്രഹിക്കുന്ന നിരവധി പേർക്ക് ഫ്രാൻസിലെ സർക്കാരിൻ്റേതുപോലുള്ള തീരുമാനങ്ങൾ നിശ്ചയമായും ആശ്രയമാകും. ലോകത്തിനത് സമാധാനത്തിലേക്കുള്ള വഴിയും. കാണാത്തത് കാണാം, കേൾക്കാത്തത് കേൾക്കാം. അടുത്ത ആഴ്ച ഇതേ സമയം.